ആളുകൾ ചോദിക്കാറുണ്ട്, ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയിൽ ആണ് ഈ ചോദ്യം. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ഇപ്പം മേ ബി ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി എന്നുള്ള ഒരാൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി എന്നുള്ള ഒരാൾ വരുമ്പോൾ നിങ്ങൾ നേരത്തെ ഫുഡ് ഇൻഡസ്ട്രിയിൽ എന്ത് പ്രൊജക്റ്റാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഹെൽത്ത് കെയറിൽ എന്ത് പ്രൊജക്റ്റാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രൂപത്തിൽ ചോദിക്കും. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി, ഞാൻ മുമ്പ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സത്യത്തിൽ റെലവൻ്റ് അല്ല. റെലവൻ്റ് ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ആവേണ്ടത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വിചാരിക്കുക. എൻ്റെ മനസ്സിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു പാറ്റേൺസ് അറിവ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ യൂഷ്വലി അൺഇൻറ്റൻഷനലി ഞാൻ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു കാര്യം, ഞാൻ നേരത്തെ ഉള്ള ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ആ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങൾക്ക് മിസ്സാവുന്ന സാധനം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ഫ്രഷായിട്ട് ഇന്നോവേറ്റീവായിട്ട് പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാവുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ കൺസൾട്ടൻ്റുമാർ എന്നുള്ള നിലയിൽ ഒരു ഓർഗനൈസേഷനിൽ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അവരുടെ സൊല്യൂഷൻസ് ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുക എപ്പോഴും. ഒരു ഓർഗനൈസേഷന് അതിൻ്റെ റെലവൻ്റ് ആയിട്ട് ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടാവും. ആ മാർക്കറ്റ് കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഓരോ ദിവസവും ഓരോ മാസവും ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കുന്ന കണ്ടീഷനാണ്. അപ്പോൾ 3 മാസം മുമ്പേ ചെയ്ത ഒരു വർക്ക്, അതേപോലത്തെ ഒരു വർക്ക് ഈ വർഷം വരുന്ന സമയത്ത് അത് വേറൊരു പൊസിഷനിങ്ങിലാണ് അതിനെ ചെയ്യേണ്ടത്, വേറൊരു ടേസ്റ്റിലും ഒരു പാറ്റേണിലും. കാരണം ആളുകളുടെ ടേസ്റ്റൊക്കെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ 3 മാസം മുമ്പേ ചെയ്തിട്ടുള്ളൊരു സാധനം ഇപ്പം ഞങ്ങൾ ആൾറെഡി ചെയ്ത് ചില പ്രൊജക്റ്റുകൾ ഡിലേ ആവും. ഈ ഡിലേ ആവുന്ന പ്രൊജക്റ്റുകളിലൊക്കെ ഞങ്ങൾ ഈ സാധനം ഫേസ് ചെയ്യാറുണ്ട്. അപ്പം ഡിലേ ആവുക ഇൻ ദ സെൻസ്, ഇപ്പം ആളുകൾ ഈ പ്രൊജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തതിന് ശേഷം അവരൊന്ന് സ്ലോ ആവും. എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ എക്സിക്യൂഷൻ ടൈം ചിലപ്പോൾ 3 മാസം 6 മാസം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പ്ലാൻ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഫ്രഷ്നെസ് പോയിട്ടുണ്ടാവും. ആ മാർക്കറ്റിലേക്ക് അത് ഫിറ്റ് ആവാത്തൊരു ഫീൽ വരും. അപ്പോൾ ഇത്തരം ആളുകളോട് ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഞങ്ങൾ ഇതിനകത്ത് പിന്നെ നേരത്തെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് റെലവൻ്റ് അല്ല എന്നുള്ളതാണ്. ഞങ്ങൾ നേരത്തെ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഗുണം. അപ്പം ഞങ്ങളതിനെ ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് അവരോട് നമ്മൾ സംസാരിക്കുന്ന കാര്യം. ഓർഗനൈസേഷൻ ഉള്ളിലുള്ള ഇഷ്യൂസ് ഫൈൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർവീസ് കൺസൾട്ടന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളൊരു എക്സ്റ്റേണൽ ഒബ്സർവർ എന്നുള്ള നിലയിൽ ചെയ്യുന്നതാണ്. അത് മറ്റൊരു കാര്യമാണ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ബിസിനസ് മോഡലിനെ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് പിന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു കസ്റ്റമറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നൊരു ബിസിനസ്സിനെ, ഒരു ഹെൽത്ത് കെയർ ബിസിനസ്സിനെ, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോസസ്സിംഗ് ബിസിനസ്സിനെ, അല്ലെങ്കിൽ ഫാഷൻ ബിസിനസ്സിനെ, അല്ലെങ്കിൽ ഒരു എനർജി ബിസിനസ്സിനെ ഒക്കെ അയാൾ നോക്കുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരേപോലെ ആയിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോറൂം പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് എല്ലാതും ഒരേപോലെയാണ് ഫീൽ ചെയ്യുക. പക്ഷേ അതിനുള്ളിലുള്ള പൊസിഷനിങ്ങിൽ വ്യത്യാസമുണ്ട്. ഒരു ഹോസ്പിറ്റൽ നോക്കുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റൽ ബ്രാൻഡ് നമ്മളെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ ഹോസ്പിറ്റൽ ബ്രാൻഡുകൾ എടുക്കാം. അവരെ നമ്മൾ നോക്കുന്ന സമയത്ത് അതെല്ലാം ആളുകളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആശുപത്രിയാണ്, ഹെൽത്ത് കെയർ സർവീസ് തരുന്ന ഇടങ്ങളാണ്. പക്ഷേ അതെല്ലാതും ഒരേപോലെയല്ല പൊസിഷൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എവിഡൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഓരോ ആളുകൾക്കും ഇത് പിന്നെ അവർക്ക് ഇതിനകത്തൊരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പം നമ്മളെ വീട്ടിൽ, നമ്മളെ ഫാമിലിയിൽ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഹോസ്പിറ്റലിലാണ് പോവുക എന്നുള്ളൊരു ചോദ്യം നമ്മളോട് ചോദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലൊരു ആശുപത്രിൻ്റെ പേര് വരും. അത് ഒരേ സിറ്റിയിൽ ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന ആശുപത്രിൻ്റെ പേര് വ്യത്യസ്തമായിരിക്കും. അതെന്തുകൊണ്ടാണ് ആ വ്യത്യസ്തമായിട്ട് പേര് വരുന്നത്? അതിനകത്ത് അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനകത്ത് എത്രമാത്രം ചേർച്ചയുണ്ടോ, ആ ചേർച്ചക്കനുസരിച്ചിട്ടാണ് ആ പേര് നമ്മളെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് ഇൻറ്റൻഷനലി പ്ലാൻ ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിന് ഈ പൊസിഷനിങ് നിർബന്ധമാണ്. ആ പൊസിഷനിങ് എന്താണെന്ന്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ സ്ട്രാറ്റജിസ്റ്റും ഇതിൻ്റെ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുന്ന ടീമും ചേർന്നിട്ടാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും ഇത് പ്രധാനമാണ്. അപ്പോൾ ഈ പിന്നെ വെദർ യു ഹാവ് ദ എക്സ്പീരിയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് സത്യത്തിൽ റെലവൻ്റ് അല്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അതിനെ മുമ്പേ ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ? മുമ്പ് ഇപ്പം ഈ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ, ഇപ്പം ഉദാഹരണത്തിന് പാക്കേജ് ഫുഡ് ഇൻഡസ്ട്രിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ യൂഷ്വലി അൺഇൻറ്റൻഷനലി ഞാൻ ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള ഭയങ്കര സാധ്യതയുണ്ട്. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മിസ്സാവാണ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കൺസൾട്ടന്മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ ചെയ്യുന്ന വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് ഒരേ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ടീമിനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ വളരെ കോഷ്യസ് ആയിരിക്കും. കാരണം ഇതിൻ്റെ പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യാതെ ഇയാൾക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളതിനകത്തുള്ള ഒരു ഓറിയൻറ്റേഷൻ ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നമ്മൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് വിചാരിക്കുക.
അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലാണ് വിചാരിക്കുക. അപ്പോൾ കൺസ്ട്രക്ഷൻ ബിസിനസ്സിനകത്ത് ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ എഞ്ചിനീയറിംഗ് പാർട്ട്, അത് വേറെ കാര്യമാണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ദ സ്ട്രാറ്റജി പാർട്ട്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മളതൊരു നമ്മൾ ബിസിനസ് ഗ്രൂപ്പാണ്. ആ ബിസിനസ് ഗ്രൂപ്പ് ഒരു പുതിയതായിട്ട് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലേക്ക് വെഞ്ചർ ചെയ്യണം വിചാരിക്കാം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പ്രൊജക്റ്റിലേക്ക് വെഞ്ചർ ചെയ്യുന്നു. അപ്പോൾ ആ കമ്പനി തീരുമാനിക്കുകയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് മാനേജറെ കൊണ്ടുവരാൻ വേണ്ടി അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന പ്രൊജക്ട് മാനേജർ എന്ത് ടൈപ്പ് എക്സ്പെർട്ടൈസ് ആയിരിക്കും ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവുക. അയാൾ നേരത്തെ വർക്ക് ചെയ്ത കമ്പനീനകത്തുള്ള പാറ്റേൺസാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക. അത് എഗെയിൻ പ്രോബ്ലമാണ്. കാരണം ഈ പാറ്റേൺ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഇല്ല. അപ്പോൾ ഈ പാറ്റേൺ വേണം, കാരണം അതാണ് എന്ത് ചെയ്യുന്നത്, അത് എൻ്റെ ബേസ് അതാണ്. പക്ഷേ അതിൻ്റെ സെല്ലിംഗ് ആയിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് പോയിൻ്റ് ഓഫ് വ്യൂ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിസിനസ് എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ സ്ട്രാറ്റജിക് പൊസിഷനിങ് നോക്കുന്ന സമയത്ത് അത് വെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഡെവലപ്പ് ആവാതിരിക്കാനാണ് സാധ്യത. അതൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആവറേജ് ഓർഗനൈസേഷനായിട്ട് മാറുകയാണ് ചെയ്യുക. ഒരു ഔട്ട്സ്റ്റാൻഡിങ് സക്സസ്സിലേക്ക് അത് പോകണമെന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനുകൾ കറക്റ്റ് ആയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പം എംപ്ലോയീസിനെ ഹയർ ചെയ്യുന്ന സമയത്ത് ഇതേ പ്രശ്നമുണ്ട്. ഇപ്പം നേരെ മറിച്ച് നമുക്ക് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ വിചാരിക്കാം. ഒരു ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ KFCനെ കോമ്പീറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്രാൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രൈഡ് ചിക്കൻ ഇൻഡസ്ട്രിയിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. നമുക്ക് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് KFC അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിലുള്ള മറ്റ് പ്ലെയേഴ്സിൻ്റെ ഗ്യാപ്പുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ KFCയിൽ എക്സ്പീരിയൻസുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി അയാൾ പിന്നെയും KFCൻ്റെ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനാണ് സാധ്യത. നേരെ മറിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ടീമിനെ ഹയർ ചെയ്തിട്ട് ഈ സാധനം പഠിപ്പിക്കുക വിചാരിക്കുക. എന്നിട്ട് KFCൻ്റെ മോഡൽ അവരോട് പഠിക്കാൻ പറയുക വിചാരിക്കുക. അവർ ഡെലിവർ ചെയ്യുന്നത് നമ്മൾ എന്താണോ മനസ്സുദ്ദേശിച്ച ആ കാര്യമായിരിക്കും. യൂഷ്വലി എംപ്ലോയീസ് ഈ സാധനം വരുന്ന സമയത്തും ഈ ഇഷ്യൂ വരുന്നുണ്ട്. എംപ്ലോയീസ് ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പെർട്ടൈസ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തും യൂഷ്വലി ദേ വിൽ ടെൻഡ് ടു റിപ്പീറ്റ് ദ സെയിം പാറ്റേൺസ്. EVയിൽ വിജയിച്ചതൊന്നും ട്രഡീഷണൽ ആയിട്ടുള്ള ഓട്ടോമൊബൈൽ കമ്പനീസ് അല്ലല്ലോ. ഉദാഹരണത്തിന് ടെസ്ലയ്ക്ക് മുമ്പ് ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഇല്ല. ടെസ്ലയ്ക്ക് മുമ്പ് ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ടെസ്ല ഉണ്ടാവുന്നത്. ഓട്ടോമൊബൈൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലേയേഴ്സും ഇൻക്ലൂഡിങ് ടൊയോട്ട പിന്നീട് ടെസ്ലയെ മോഡൽ ചെയ്തിട്ട് ടെസ്ലൻ്റെ മോഡൽ കോപ്പി ചെയ്തെന്നല്ല, ടെസ്ലൻ്റെ വിജയം കണ്ടതിന് ശേഷമാണ് ഇവരൊക്കെ ആ ഒരു ഇതിലേക്ക് ഇറങ്ങുന്നത്. രണ്ടാമതും ഇപ്പോൾ ടാറ്റ ആണെങ്കിലും പിന്നെ അല്ലെങ്കിൽ ടൊയോട്ട ആണെങ്കിലും അതിനകത്തേക്ക് വരുന്നത് പിന്നീടാണ്. അപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള തിങ്കിങ്ങിനുള്ള പ്രശ്നം അത് ആ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുള്ളതാണ്. അവരുടെ കയ്യിൽ അത്രയും മാസീവായിട്ടുള്ള ഡാറ്റ ബാക്കപ്പ് ഉണ്ട്, അത്രയും മാസീവായിട്ടുള്ള മാർക്കറ്റ് കമാൻഡ് ഉണ്ട്, അത്രയും നല്ല R&D റിസൾട്ടുകൾ അവരുടെ കയ്യിലുണ്ട്, പിന്നെ ടെക്നോളജി ഉണ്ട്, എക്സ്പെർട്ടൈസുള്ള ആൾക്കാരുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉണ്ട്. എല്ലാം ഉണ്ടായിട്ടും അവർക്ക് എന്തുകൊണ്ട് ആ മാർക്കറ്റ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല? അത് ഈ പാറ്റേണിനുള്ളിൽ ചുറ്റിക്കിടക്കുന്നുള്ളതാണ്. പുറത്തുനിന്നുള്ളൊരു സാധനത്തിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള സംഗതിയല്ല. അപ്പോൾ അതിലേക്ക് പൊസിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പുതിയ ചിന്തകളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉള്ളിലുണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഭയങ്കര ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ എപ്പോഴും പുതിയ ഓർഗനൈസേഷനാണ് വരിക. പഴയ അത് അക്രോസ് ഇൻഡസ്ട്രിയിൽ അങ്ങനെയാണ്. നമ്മളിപ്പോൾ EVൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. അത് നമ്മൾ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനകത്തുള്ള ഇന്നോവേറ്റീവ് തോട്ട്സ് കംപ്ലീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ മറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും. അതുവരെ ആ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും സാധനങ്ങൾ വന്നിട്ടുണ്ടാവുക. ഇപ്പം BlackBerry എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കണ്ടുപിടിക്കുന്ന കമ്പനി, അന്ന് വരെ ഉള്ള ഫോൺ കമ്പനീസ് ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ടല്ലോ, അവരല്ലല്ലോ അതിലേക്ക് വരുന്നത്. അത് ഏത് സാധനം ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുണ്ട്.